ഫലത്തിന്റെ ഓൺലൈൻ വീഡിയോ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ചാപ്റ്റർ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, 4th ചാപ്റ്റർ. അതിനകത്ത് തന്നെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ അതായത് ലോഹങ്ങളുടെ നിർമ്മാണം, മലയാളത്തിൽ ആ ഒരു ബേസ് ആണ് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം പറയാം, നമുക്ക് അറിയാവുന്ന മെറ്റൽസ്, ഇപ്പം ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതെല്ലാം ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. ഫ്രീ സ്റ്റേറ്റ്, അതായത് ഈ മെറ്റൽസിനെല്ലാം റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നത് ഫ്രീ സ്റ്റേറ്റിലാണ്. അത് കാര്യമായിട്ട് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഒരു പരിധി വരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള മെറ്റൽസ് എല്ലാം പല രീതിയിൽ കോമ്പൗണ്ട്സിന്റെ ഒരു ബേസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയും. കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്സൈഡ്, അല്ലെങ്കിൽ സൾഫറിന്റെ കണ്ടന്റ് ആണെങ്കിൽ സൾഫൈഡ്, അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കാർബണേറ്റ്, നൈട്രേറ്റ്, അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട്സിനെ കൊണ്ടുവന്നിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ കണ്ടീഷനിൽ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ മെറ്റൽസ് അടങ്ങിയിട്ടുള്ള അവയുടെ കോമ്പൗണ്ട്സ് നമ്മൾ ഭൂമിക്കടിയിൽ കുഴിച്ചെടുക്കും. അതിനെ പറയുന്ന പേരാണ് മിനറൽസ് എന്ന് പറയും. ഓക്കെ, മിനറൽസിന്റെ മലയാളത്തിൽ പറയുന്നത് ധാതുക്കൾ എന്ന് പറയും. മിനറൽസിനെ നമ്മൾ പറയുന്നത് ധാതുക്കൾ. അതായത് മൈനിങ്ങിലൂടെ, ഖനനത്തിലൂടെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മെറ്റാലിക് കോമ്പൗണ്ട്സ് അടങ്ങിയ പദാർത്ഥങ്ങൾ. ആ പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയും. ഇനി ഒരു മെറ്റലിന് തന്നെ ഒന്നിൽ കൂടുതൽ ധാതുക്കൾ ഉണ്ടായി, ചിലപ്പോൾ 4, 5 അല്ലെങ്കിൽ 6 അതിൽ കൂടുതലൊക്കെ ധാതുക്കൾ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാ ധാതുക്കളും മെറ്റൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാറ്. ഓക്കെ, മെറ്റൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ധാതുവിനെ പറയുന്ന പേരാണ് ഓർ എന്ന് പറയും. ഓറിന്റെ മലയാളത്തിൽ പറയുന്ന പേര് അയിര് എന്ന് പറയും. ഓക്കെ, അപ്പം മിനറൽസ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഒരു മെറ്റലിന് തന്നെ ഒന്നിൽ കൂടുതൽ മിനറൽസ് ഉണ്ടായിരിക്കും. ആ മിനറൽസ് എല്ലാം മെറ്റൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. ഏത് മിനറലിനാണോ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലാഭകരമായിട്ടൊക്കെ ആ മെറ്റൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്, ആ മിനറലിനാണ് ആ മെറ്റലിന്റെ ഓർ എന്ന് പറയും. ഓക്കെ, ഓർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഓർ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഇപ്പം അലൂമിനിയം, അയൺ, കോപ്പർ, സിങ്ക്, അങ്ങനെ ഓരോന്നിനും ഓർ ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതിനകത്ത് ഓർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഇനി ഓർ സെലക്ട് ചെയ്യുന്നത് അതിനകത്ത് മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സിനെ വെച്ചുകൊണ്ടാണ്. ഫസ്റ്റ് വൺ അബണ്ടൻസ് എന്ന് പറയും. അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവൈലബിലിറ്റി, നമ്മൾ ലഭ്യത എന്നൊക്കെ പറയും. ലഭ്യത, അബണ്ടൻസ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. അപ്പൊ അടുത്ത കണ്ടന്റ് അതാണ് പറയുന്നത്, ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. അതായത് എളുപ്പത്തിലും ലാഭകരമായിട്ടും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. അത് അടുത്ത സംഭവം. അതായത് നമ്മളിപ്പോ ഏത് സംഭവം ഉണ്ടാക്കിയാലും അത് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ലാഭം മാത്രമാണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ലാഭം തന്നെ. അപ്പൊ ലാഭം കിട്ടുന്ന രീതിയിൽ മാത്രമേ ഇതിന് നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് അങ്ങനെ പറയുന്നത്, ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്ന ഹൈ മെറ്റൽ കണ്ടന്റ് എന്ന് പറയും. ഹൈ മെറ്റൽ കണ്ടന്റ്. അപ്പം മെറ്റലിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് മിനറൽസ് നിന്ന് ഓർ സെലക്ട് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് അല്ലെങ്കിൽ ലഭ്യത. അടുത്തത് ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ, അതായത് എളുപ്പത്തിലും ലാഭകരമായിട്ടും വേർതിരിച്ചെടുക്കാൻ കഴിയണം. ലാസ്റ്റ് ഹൈ മെറ്റൽ കണ്ടന്റ്, അതായത് മെറ്റലിന്റെ, ലോഹത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 4 മെറ്റൽസിന്റെ ബേസ് ആണ് പറയുന്നത്. അലൂമിനിയം, അതേണക്ക് അയൺ, പിന്നെ ഉള്ളത് കോപ്പർ, പിന്നെ സിങ്ക്. ഈ ഒരു ബേസ്. അലൂമിനിയത്തിന്റെ ഓറായിട്ട് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന Al2O3 2H2O. ഇതാണ് നിങ്ങൾ ടെസ്റ്റിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫോർമുലയാണ്, ഓർത്ത് വെച്ചിരിക്കുക. ബോക്സൈറ്റ് എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ബോക്സൈറ്റ്.
അപ്പൊ Al2O3 വെച്ചിട്ടുള്ളൂ, അതായത് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഓക്സൈഡ്, ഇതിനെയാണ് നമ്മൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർ അഥവാ അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിരിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെത് നമ്മൾ രണ്ട് സാധനങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe2O3 പറയും, അതിനെ നമ്മൾ പറയുന്നത് ഹേമറ്റൈറ്റ് എന്ന് പറയും. Fe2O3 എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe3O4. Fe3O4 എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് എന്ന് പറയും. Fe2O3 എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ്, Fe3O4 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈറ്റ്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളുമാണ്, രണ്ട് ഓക്സൈഡ് അടങ്ങിയ ഈ രണ്ട് കോമ്പൗണ്ട്സ് ആണ് മെയിൻ ആയിട്ടും അയണിന്റെ ഓർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോപ്പറിന്റെ പറയാം. നിങ്ങൾക്ക് ടെസ്റ്റിനകത്ത് എക്സ്ട്രാക്ഷൻ പഠിക്കാനുള്ളത് അലൂമിനിയത്തിന്റെയും അയണിന്റെയും മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കോപ്പറിന്റെയും സിങ്കിന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക, ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോപ്പറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറായിട്ട് പറയുന്നത് കോപ്പർ പൈറൈറ്റിസ് എന്ന് പറയും. കോപ്പർ പൈറൈറ്റിസ്. കോപ്പർ പൈറൈറ്റിസ് എന്ന് പറയുന്നത് CuFeS2. അതിന്റെ കെമിക്കൽ ഫോർമുലയോടെ ഒന്ന് ഓർത്തിരിക്കുക. അതിനാണ് കോപ്പർ പൈറൈറ്റിസ് എന്ന് പറയും. ഇതിനകത്തുനിന്ന് കോപ്പർ സെപ്പറേറ്റ് ചെയ്യാറ്. പിന്നെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കുപ്രൈറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടും പറയും. കുപ്രൈറ്റ്. Cu2O ആണ് കുപ്രൈറ്റ് എന്ന് പറയുന്നത്. Cu2O ആണ് കുപ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോപ്പർ പൈറൈറ്റിസ് പറയും, CuFeS2. അടുത്ത കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cu2O ആണ്. ഇനി ലാസ്റ്റ് വൺ സിങ്ക്. സിങ്കിന്റെ രണ്ട് ഓർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയും. സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, സിങ്ക് സൾഫൈഡിനെ പറയുന്നതാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയും. അത് കണക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പേരാണ് കലാമിൻ എന്ന് പറയും. സിങ്ക് കാർബണേറ്റിനെ പറയുന്ന പേരാണ് കലാമിൻ എന്ന് പറയും. അപ്പം സിങ്കിന്റെ രണ്ട് ഓറാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡിനെയാണ്. അതേ കണക്ക് തന്നെ കലാമിൻ എന്നറിയപ്പെടുന്നത് സിങ്ക് കാർബണേറ്റിനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിനകത്ത് ഒരു ഭാഗത്തായിട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കാൻ പോകും. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ടേം. നമ്മൾ മെറ്റലർജി എന്ന് പറഞ്ഞ ഒരു ടേം പറയും. മെറ്റലർജി. മെറ്റലർജിയുടെ മലയാളം എന്ന് പറയുന്നത് ലോഹ നിഷ്കർഷണം എന്നാണ്. ഓക്കെ, മെറ്റലർജിയുടെ മലയാളം വാക്കെന്ന് പറയുന്നത് ലോഹ നിഷ്കർഷണം. ഓക്കെ, അപ്പൊ അത് മെറ്റലർജി എന്നുള്ളത് ഇംഗ്ലീഷ് മീഡിയം കാര്യം അങ്ങനെ ഓർത്തിരിക്കാം. മെറ്റലർജി. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിനറൽസ് അല്ലെങ്കിൽ മിനറൽസ് എന്നാണ് ഓർ സെലക്ട് ചെയ്യുന്നത്. ഒരു ഓറിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം അലൂമിനിയത്തിന് എക്സാമ്പിൾ ആയിട്ട്, അത് നമുക്ക് ഒറ്റ ഓറേ ഉള്ളൂ. ബോക്സൈറ്റിൽ നിന്ന് തന്നെയാണ് അലൂമിനിയം വ്യാപകമായിട്ട് അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പം ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് വരെയുള്ള ഹോൾ പ്രോസസ് അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും കൂടെ ചേർന്നതിന് ആ ഒരു പ്രക്രിയക്ക് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജിയുടെ മറ്റൊരു രീതിയിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്നും പറയും. ഓക്കെ, മെറ്റലർജി ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. മെറ്റലർജി എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അതായത് ഒരു അയിരിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെ ഉള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെറ്റലർജിയിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അടുത്തത് ലാസ്റ്റ് വൺ പ്യൂരിഫിക്കേഷൻ.
അഥവാ റിഫൈനിങ് എന്ന് പറയും. പ്യൂരിഫിക്കേഷൻ അഥവാ റിഫൈനിങ്. ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം മെറ്റലർജി എന്ന് പറയുന്ന സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ഓറിൽ നിന്നും ആ മെറ്റല് വേർതിരിച്ചെടുക്കുന്നത് വരെ ഉള്ള ഹോൾ പ്രോസസ്, ആ പ്രോസസ്സുകളെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം എന്ന് പറയും. അപ്പൊ മെറ്റലർജിയിൽ പ്രധാനമായും 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയും. കോൺസെൻട്രേഷൻ ഓഫ് ഓർസിന്റെ മലയാളം അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയും. ഓക്കെ. രണ്ടാമത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയും. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കുക. മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. പ്യൂരിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ലോഹ ശുദ്ധീകരണം എന്നൊക്കെ പറയും. ഓക്കെ, ലോഹ ശുദ്ധീകരണം. അപ്പം അത് അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈനിങ് എന്ന് പറയും. റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയും. പ്യൂരിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുന്ന വേർഡ് റിഫൈനിങ് എന്നുള്ള ആ ഒരു വാക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയും ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഒരു ബേസ് കൂടെ പറയാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയാം. നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മെറ്റൽസിന്റെ ഓറ്. ഈ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടുന്ന. അപ്പൊ ആ ഓറിനോടൊപ്പം ധാരാളം എർത്തി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, അതായത് ഭൗമ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഭൗമ മാലിന്യങ്ങളെ പറയുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ പേര് ഓർത്തിരിക്കുക. ഭൗമ മാലിന്യങ്ങളുടെ പേരാണ് ഗ്യാങ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഓറും ഗ്യാങ് കൂടെ ചേർന്നാണ്. ഓക്കെ, ഓർ പ്ലസ് ഗ്യാങ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കിട്ടുന്ന ആ സംഭവം നമുക്ക് ഓറായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവം. ഇതിൽ നിന്ന് നമുക്ക് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാം. അപ്പം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് നമുക്ക് കിട്ടുന്ന ഈ ഓറിൽ നിന്നും ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയും. ഓക്കെ, അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയും. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ അതിനുവേണ്ടി ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓറിന് വേണ്ടി ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയുടെയും മെറ്റലിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു പ്രോസസ്സുകൾ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ അതിന് മെയിൻ ആയിട്ടും കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ ഒരു 4 ഭാഗമായിട്ട്, അതായത് 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ ഓറിന് കോൺസെൻട്രേഷൻ നടത്തുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മെറ്റലർജിയിൽ 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, ലാസ്റ്റ് വൺ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് തന്നെ നമ്മൾ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഓറിനോടൊപ്പം ധാരാളം എർത്തി ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഭൗമ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ മാലിന്യങ്ങളുടെ പേരാണ് ഗ്യാങ് എന്ന് പറയും. ഈ ഗ്യാങ്ങിനെ ഓറിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയും. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദി മെറ്റൽ ആൻഡ് നേച്ചർ ഓഫ് ദി ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. അതായത് ഇമ്പ്യൂരിറ്റീസിന്റെയും അതേ കണക്ക് തന്നെ ഓറിന്റെയും നേച്ചറിന് ഉള്ള വ്യത്യാസം, അതായത് പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പറയും. ഓക്കെ, അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും നമ്മൾ 4 മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവിഗേഷൻ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. ഹൈഡ്രോളിക് വാഷിംഗ്, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. മൂന്നാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നാലാമത്തത്
ലീച്ചിങ് എന്ന് പറയും. ലീച്ചിങ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടും കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് ഭാഗം ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. രണ്ടാമത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ, മൂന്നാമത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, നാലാമത്തത് ലീച്ചിങ്. ലെവിഗേഷൻ അല്ലെ ഹൈഡ്രോളിക് വാഷിംഗ് എന്നുള്ളതിന്റെ മലയാളം നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ മാഗ്നറ്റിക് സെപ്പറേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാന്തിക വിഭജനം എന്ന് പറയാം. ഓക്കെ, കാന്തിക വിഭജനം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതിനെ നമ്മൾ പറയുന്നത് പ്ലവന പ്രക്രിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു വാക്കാണ് പ്ലവന പ്രക്രിയ. ഓക്കെ, അതൊന്നും ഓർത്തിരിക്കുക. ലീച്ചിങ് എന്റെ മലയാളത്തിൽ ലീച്ചിങ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് 3 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഫിസിക്കൽ പ്രോസസ് ആണ് പറയുന്നത്. നാലാമത്തെ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ മെത്തേഡാണ്. നമ്മൾ കെമിസ്ട്രിയുടെ അതായത് റിയാക്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഇതാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ 4 മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റലിന്റെ ഓർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പൗഡേർഡ് ഫോമിലാക്കും ഓറിന്. ഏത് ഓറാണെങ്കിലും അതിനെ പൊടിച്ച് റോൾ മിൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ്, അതിനകത്തിട്ട് പൊടിച്ച് പൗഡേർഡ് ഫോമിലാക്കും. അപ്പൊ ഇമ്പ്യൂരിറ്റിയും കാണും, അതായത് ഗ്യാങ്ങും കാണും, ഓറും കാണും അതിനകത്ത് പാർട്ടിക്കിൾസ് ആയിട്ട്. എന്നിട്ട് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓറിന് ഡെൻസിറ്റി കൂടുതലും ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം, ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവായിരിക്കും. എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് അതായത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിന്റെ ബേസിലാണ് കറക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് നമ്മൾ പൗഡേർഡ് ഫോമിലുള്ള ഓറിനെ ഒരു ടാങ്കിലെ വെള്ളത്തിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ഈ പറഞ്ഞ രീതിക്ക് ഓറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതൽ ഉള്ള ഒരു പദാർത്ഥം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ ഇരുമ്പാണി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കാര്യം അതിന് ഡെൻസിറ്റി വളരെ കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ ഓറിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഓറിന്റെ പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇതങ്ങ് വെള്ളത്തിനടിയിൽ അതായത് സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, താഴേക്ക്. പക്ഷെ ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവാണ്, അപ്പൊ അത് ഫ്ലോട്ട് ചെയ്ത് മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ടൈം കഴിയാൻ നേരത്ത് ഇത് മാക്സിമം ഇമ്പ്യൂരിറ്റീസ് എല്ലാം മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഇതിനെ നമ്മളൊരു മുകളിൽ നിന്ന് ഒരു ചെറിയ ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഇത് ആ വെള്ളത്തോടൊപ്പം ഒഴുകി അങ്ങ് പൊക്കോളും. അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് അതായത് ഗ്യാങ് മൊത്തം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മൊത്തം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിഭാഗത്ത് മേജർ പോർഷൻ എന്ന് പറയുന്നത് ഓറായി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓറിന് കോൺസെൻട്രേഷൻ നടത്തിയെടുക്കാം. ഈ മെത്തേഡാണ് നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ നമ്മൾ പറയുന്നത് ഓക്സൈഡ് ഓറിന്റെ അതായത് ഓക്സൈഡ് ഓറിന്റെ കോൺസെൻട്രേഷൻ വേണ്ടിയാണ് മെയിൻ ആയിട്ടും ഹൈഡ്രോളിക് വാഷിംഗ് നടത്തുന്നത്. ഓക്സൈഡ് ഓറിന്റെ കോൺസെൻട്രേഷൻ കൂടാതെ നമ്മൾ ഗോൾഡിന്റെ ഓർ എന്നും പറഞ്ഞ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർസ് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞ ടെസ്റ്റിൽ പറയുന്നുണ്ട്. അതിന്റെ കോൺസെൻട്രേഷന് വേണ്ടി ഈ പറഞ്ഞ ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്സൈഡ് ഓറിന്റെ ഇതിന് എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ പറയാം. ടെസ്റ്റിൽ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. അപ്പൊ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാന്തിക വിഭജനം എന്നുള്ള ഒരു ബേസ് ആണ് പറയുന്നത്. അതായത് കാന്തിക സ്വഭാവമുള്ള അയിരുകൾ അല്ലെങ്കിൽ കാന്തിക സ്വഭാവമുള്ള ഗ്യാങ്. നമ്മൾ ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ ഗ്യാങ്ങിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാന്തിക വിഭജനം ഉപയോഗിച്ച് അതിനെ സാന്ദ്രണം നടത്തുന്നത്. അപ്പൊ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ അതിന്റെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 2 റോളറാണ്. അപ്പൊ പൗഡേർഡ് ഫോമിലുള്ള ഓറിനെ നമ്മളൊരു കൺവെയർ ബെൽറ്റ് വഴി കണക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഒരു ക്യാബിൻ ഒരു സംഭവമാണ്, അതായത് ഓപ്പണിംഗ് ആണ്. ഈ ഭാഗത്തേക്ക് നമുക്ക്
പൗഡേർഡ് ഓറിനെ കൊടുക്കാൻ നേരത്തെ ഇത് കറക്റ്റ് 2 റോളറാണ്. ഈ റോളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നറ്റിക് റോളറാണ്. മാഗ്നറ്റിക് റോളർ. അപ്പൊ ഇതിനകത്ത് കൊടുക്കുന്ന സാധനം ഇങ്ങനെ ബെൽറ്റ് വഴി ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരാൻ നേരത്ത് മാക്സിമം മാഗ്നറ്റിക് നേച്ചർ ഉള്ള പദാർത്ഥത്തിനെ മാഗ്നറ്റ് മാക്സിമം അട്രാക്ട് ചെയ്ത് മാഗ്നറ്റിക് റോളറിന്റെ താഴെയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്ത പദാർത്ഥം വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ മാഗ്നറ്റിക് നേച്ചർ ഉള്ള പദാർത്ഥം ഒരു ഭാഗത്തും, അതായത് മാഗ്നറ്റിന് തൊട്ടടുത്തായി, മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്ത, അതായത് കാന്തിക സ്വഭാവം ഇല്ലാത്ത പദാർത്ഥം വേറെ ഒരു ഭാഗത്തുമായിട്ട് നിക്ഷേപിക്കപ്പെടും. ഓക്കെ, ഇങ്ങനെ വേർതിരിച്ച് കിട്ടും. ഈ മെത്തേഡാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയാം. മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ കാന്തിക വിഭജനം എന്ന് പറയാം. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ Fe3O4, അതായത് മാഗ്നറ്റൈറ്റ് എന്നാണ് അവിടെ നമ്മൾ എഴുതിയിട്ടാണ് മാഗ്നറ്റൈറ്റ്. ഈ മാഗ്നറ്റൈറ്റ് എന്നുള്ള അതിന്റെ പേര് പോലെ തന്നെ അതിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. അപ്പൊ ഈ ഓറിന് കോൺസെൻട്രേഷൻ നടത്താൻ നമുക്ക് ഈ പറഞ്ഞ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാം, കാന്തിക വിഭജനം ഉപയോഗിക്കാം. ഓക്കെ, അത് കൂടാഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ടിന്നിന്റെ സിമ്പല് SnO2 ആണ്. ടിൻ സ്റ്റോൺ എന്നുള്ള ടിന്നിന്റെ സിമ്പൽ SN ആണ്. അപ്പം ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത് ടിന്നിന്റെ ഡയോക്സൈഡിനാണ് നമ്മൾ ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ടിന്നിനെയാണ് നമുക്ക് വേർതിരിച്ചെടുക്കണം. ടിൻ മെറ്റൽ ആണ്. ഈ പറഞ്ഞ സംഭവം വേർതിരിച്ചെടുക്കാനായിട്ട് ഇതിന് മാഗ്നറ്റിക് നേച്ചർ ഇല്ല. പക്ഷെ ഇതിനോടൊപ്പം അടങ്ങിയിട്ടുള്ള ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ടങ്സ്റ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. അയൺ ടങ്സ്റ്റേറ്റ്. ആ പേരൊന്നും ഓർത്തിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കരുത്. അയൺ ടങ്സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് നേച്ചർ ഉള്ള കോമ്പൗണ്ട്. അപ്പൊ ഇതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ചാണ് ഇതിനെ നമ്മൾ കോൺസെൻട്രേഷൻ നടത്തി എടുക്കുന്നത്. അപ്പൊ ആ 2 എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഒന്ന് മാഗ്നറ്റൈറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓറാണ്. അതിനോടൊപ്പം ഉള്ള ഇമ്പ്യൂരിറ്റീസിന് മാഗ്നറ്റിക് നേച്ചർ കാണത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻ സ്റ്റോൺ ആണ്. ടിൻ സ്റ്റോൺ എന്ന് പറയുന്ന സാധനത്തിന് നോൺ മാഗ്നറ്റിക് നേച്ചർ ആണല്ലോ, പക്ഷെ അതിനകത്ത് ഇമ്പ്യൂരിറ്റി ആയിട്ട് അടങ്ങിയിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് ആണ്. അയൺ ടങ്സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നേച്ചർ ഉള്ള പദാർത്ഥമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കുന്നതിന് ഈ പറഞ്ഞ മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കുക ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടെസ്റ്റ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിനകത്തും ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് കുറെ ഒരു പിസ്റ്റന്റെ ബേസും കറക്റ്റ് ഒരു റൊട്ടേറ്റിംഗ് പാഡൽ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റ് ആ ഫിഗർ നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് അത് ഉപയോഗിച്ചാണ്, ആ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉപയോഗിച്ചാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലവന പ്രക്രിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പ്ലവന പ്രക്രിയ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് ഹൈഡ്രോളിക് വാഷിംഗ് പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്, നേച്ചർ. അതായത് അതിനകത്ത് നമ്മൾ പറഞ്ഞു ഓറിന് ഡെൻസിറ്റി കൂടുതലും ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവുമാണ് ആയിരിക്കണം. പക്ഷെ ഇവിടെ തിരിച്ചാ പറയുന്നത് ഓറിന് ഡെൻസിറ്റി കുറവായിരിക്കണം. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞ, അതായത് നമ്മള് ലൈറ്റർ ആയിട്ടുള്ള ലൈറ്റർ ആയിട്ടുള്ള ഓറിന് കോൺസെൻട്രേഷൻ നടത്താൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ പത എന്നാണ്. ഓക്കെ, ഫ്രോത്ത് നമ്മൾ സാധാരണ ഫോം FOAM ഫോം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പത എന്ന് പറയും. ഇവിടെ നമ്മൾ സയന്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഫ്രോത്ത് എന്ന് പറയും. അപ്പൊ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ പതയുടെ രൂപത്തിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിന് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഓറിന് ഡെൻസിറ്റി വളരെ കുറവും ഗ്യാങ്ങിന് ഡെൻസിറ്റി വളരെ കൂടുതലുമായിരിക്കും. അപ്പം പിന്നെ ഇത് കൂടാതെ സൾഫൈഡ് ഓറിന്റെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഈ മെത്തേഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓക്കെ, സൾഫൈഡ് ഓറിന്റെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെയിൻ ആയി യൂസ് ചെയ്യുന്നതെന്ന് പറയും. സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അതിനകത്ത് കോപ്പർ പൈറൈറ്റ് സൾഫറിന്റെ കണ്ടന്റ് ഉള്ളതാണ്. അതിനകത്ത് സിങ്ക് ബ്ലെൻഡ്, അത് സൾഫറിന്റെ കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ചേർന്ന് വരുന്നതാണ് സൾഫൈഡ് അയിരുകൾ അല്ലെങ്കിൽ സൾഫൈഡ് ഓർ എന്ന് പറയും. ഇതിന്റെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഈ പറഞ്ഞ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ അപ്പൊ ഇതിനകത്ത് പിന്നെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. അതായത്
ഇതിനകത്ത് നമ്മളൊരു റൊട്ടേറ്റിംഗ് പാഡിലാണ് ഇതിനകത്തേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈൻ ഓയിലും വാട്ടറും ചേർന്ന മിക്സറാണ്. ഓക്കെ, പൈൻ ഓയിൽ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ടെസ്റ്റ് പഠിക്കാനൊന്നും കൊടുത്തിട്ടില്ല, ഓർത്ത് വെച്ചിരുന്ന ഒരു കെമിക്കൽ. പൈൻ ഓയിലും വാട്ടറും ചേർന്ന മിക്സറിലേക്ക് പൗഡേർഡ് ഫോമിലുള്ള ഓറിന് നമ്മൾ ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് ഇതൊരു റൊട്ടേറ്റിംഗ് പാഡിലാണ് പറഞ്ഞത്. നല്ല ഫാസ്റ്റ് ആയിട്ട് കറങ്ങാൻ നേരത്ത് ഇതിനകത്തേക്ക് എയർ ട്രാപ്പ് ചെയ്ത് കയറും. ഓക്കെ, ടെസ്റ്റിലെ ഫിഗർ കൊടുത്ത് എയർ ട്രാപ്പ് ചെയ്ത് കയറാൻ ഈ പൈൻ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓറിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള പദാർത്ഥമാണ് പൈൻ ഓയിൽ. അതേ കണക്ക് വാട്ടറിനകത്ത് മാത്രമേ ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യൂ. ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഡെൻസിറ്റി കൂടുതലാണ്, താഴേക്ക് പോകും. പൈൻ ഓയിലും വാട്ടറിന്റെ കൂടെ കോണ്ടാക്ട് വരാൻ നേരത്ത് പൈൻ ഓയിൽ നല്ല രീതിയിൽ ഫോം ആയിട്ട് മാറും, അതായത് ഫ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് എയറിന്റെ ഒരു കോണ്ടാക്ട് കൂടെ വരുമ്പോൾ പൈൻ ഓയിലിന്റെ ഒരു പ്രസൻസ് കൊണ്ട് ഫ്രോത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഫോം ചെയ്തിട്ട് കറക്റ്റ് ഫ്രോത്ത് എപ്പോഴും പത ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വെള്ളത്തിന് മുകളിൽ പത ഇങ്ങനെ കിടക്കും, അത് താഴേക്ക് പോകത്തില്ല, അത് മുകളിൽ മാത്രമേ കാണൂ. അപ്പൊ ഈ പറഞ്ഞ ഇതിനകത്തുള്ള ഓറിന് ഡെൻസിറ്റി കുറവാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഈ ഓറിന് ഈ പത ഉപയോഗിച്ച് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഈ പതയോടൊപ്പം ഡിസോൾവ് ചെയ്ത് ഓർ പാർട്ടിക്കിൾസ് മാക്സിമം മുകളിലേക്ക് വരും, ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് താഴേക്ക് സെറ്റിൽ ഡൗൺ ആയിപ്പോകും. ഓക്കെ, അപ്പൊ പൈൻ ഓയിൽ എന്ന് പറയുന്ന സംഭവം പതയായിട്ട് മുകളിലേക്ക് എത്തും, ബാക്കി ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്ത് പൊക്കോളും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഈ മുകളിൽ നിൽക്കുന്ന ഈ പൈൻ ഓയിൽ പതയായിട്ട് നിൽക്കുകയാണ്. ഈ പതയോടൊപ്പം അതിനകത്ത് ഈ പറഞ്ഞ ഓർ പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഈ പതയോടൊപ്പം നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം, പതയാണെങ്കിൽ കുറച്ചു നേരം നമ്മൾ വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഡ്രൈ ആവുന്ന നേരത്ത് പത മൊത്തം അതിനകത്ത് നിന്ന് വേപ്പറൈസ് ചെയ്ത് അതങ്ങ് മാറിപ്പോകും. അതിനകത്ത് നിന്ന് ബാക്കി കിട്ടുന്നത് മൊത്തം ഓർ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, ഈ മെത്തേഡാണ് യഥാർത്ഥത്തിൽ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്, പ്ലവന പ്രക്രിയ. ഇത് നിങ്ങൾ ടെസ്റ്റിന്റെ ഈ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല, ഇത് പ്ലസ് ടു പഠിക്കാനുള്ള പോർഷൻ ആയിട്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നത്. ഇത്രയും മെനക്കെട്ടുള്ള സംഭവം ഇതിനകത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ തന്നിട്ടില്ല. അപ്പൊ എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് എന്താണ് ആ ഫിഗർ, അതിനുവേണ്ടി പറയുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൾഫൈഡ് ഓറിന്റെ കോൺസെൻട്രേഷന് വേണ്ടി എന്ത് മെത്തേഡ് യൂസ് ചെയ്യും, അപ്പൊ നമുക്ക് എഴുതാം ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, അതേ കണക്ക് തന്നെ ലൈറ്റർ ഓറിന്റെ കോൺസെൻട്രേഷൻ നടത്തുന്നത് എന്ത് മെത്തേഡ്, അതും നമുക്ക് പറയാം ഈ പറഞ്ഞ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണെന്ന് പറയാം. ഓക്കെ, എന്റെ മലയാളം നേരത്തെ പറഞ്ഞു പ്ലവന പ്രക്രിയ. ക്ലിയർ? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് മെത്തേഡാണ് ഇതിനകത്ത് ലീച്ചിങ് എന്ന് പറയും. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽ മെത്തേഡാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അലൂമിനിയത്തിന്റെ ഓറായിട്ട് ഇമ്പോർട്ടന്റ് ഓറായിട്ട് പറയപ്പെടുന്ന ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയാം. അപ്പൊ ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോൾവെന്റ്, അതായത് ഓരോന്നിനും ഓരോ സോൾവെന്റ്. നമുക്ക് ഒരുപാട് ലീച്ചിങ് ഒന്നും പഠിക്കില്ല, ആകെ ബോക്സൈറ്റിന്റെ ലീച്ചിങ് മാത്രമേ നിങ്ങൾ പഠിക്കാറ്. ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, NaOH സൊല്യൂഷൻ ആണ് ഇതിനകത്ത് ലീച്ചിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, NaOH സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ ബോക്സൈറ്റിന്റെ ലീച്ചിങ് നടത്തുന്നത്. അതായത് ലീച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യാത്തതും ഓർ ഡിസോൾവ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്തേക്ക് പൗഡേർഡ് ഫോമിലുള്ള ഓറിനെ നമ്മൾ ആഡ് ചെയ്യാൻ നേരത്ത് ഓർ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് അതിനകത്ത് ഡിസോൾവ് ചെയ്യും, പക്ഷെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഡിസോൾവ് ചെയ്യത്തില്ല. ഓക്കെ, ഡിസോൾവ് ചെയ്യാതെ അവശേഷിക്കും. സ്വാഭാവികമായിട്ടും ഡിസോൾവ് ചെയ്യുന്ന മീൻസ് അതിനകത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സൈറ്റ് പിന്നെ നമുക്ക് ബോക്സൈറ്റ് ആയിട്ട് കിട്ടത്തില്ല, അത് അടുത്ത കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് എപ്പോഴും പുതിയ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ന്യൂ പ്രോഡക്റ്റ് വേറെ ഏതെങ്കിലും ഒരു അലൂമിനിയത്തിന്റെ കോമ്പൗണ്ട് ആയിട്ടാണ്, സോഡിയം അലൂമിനേറ്റ് ഒക്കെ കിട്ടുന്നത്. ഇതിനകത്ത് പഠിക്കാനുണ്ട്, അപ്പോഴത് പറഞ്ഞുതരാം. സോഡിയം അലൂമിനേറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അടുത്ത കോമ്പൗണ്ട് ആയിട്ട് കിട്ടും. പിന്നെ ആ കോമ്പൗണ്ടിന് വേറൊരു സംഭവമായിട്ട് വേരിയേഷൻ വരുത്തി മാറ്റിയെടുക്കും. അങ്ങനെ ഒരു 2-3 സ്റ്റെപ്പ് വഴി കറക്റ്റ് അത് അലൂമിനിയം എന്ന് പറയുന്നൊരു ഫോമിലേക്ക് മാറ്റും. പിന്നെ അതിനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് നമുക്ക് അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അലൂമിനിയത്തിന്റെ ബേസ് മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ തൽക്കാലമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അലൂമിനിയത്തിന് അതായത് ബോക്സൈറ്റിന്റെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കും. അപ്പൊ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഓരോ ഡിസോൾവ് അതായത് ഓരോ റിയാക്ട് ചെയ്യുന്നതും പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് എടുത്ത് പൗഡേർഡ് ഫോമിലുള്ള ഓറിന് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ നേരത്ത് ഓർ കംപ്ലീറ്റ് അതുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും റിയാക്ട് ചെയ്യത്തില്ല, അത് റിയാക്ട് ചെയ്യാതെ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ റിയാക്ട് ചെയ്ത് കിട്ടുന്ന ആ ഓറിന്
നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. ഓക്കെ, ഈ മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കൽ മെത്തേഡായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഓർക്കുക. പിന്നെ ഇതിനകത്ത് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിന്റെ എക്സ്പ്ലനേഷനോടെ നമുക്ക് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ഓർസ് എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ഉള്ള ഓറിന് കോൺസെൻട്രേഷൻ നടത്തിയെടുക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഡെൻസിറ്റി കൂടിയ ഓറിന് കോൺസെൻട്രേഷൻ നടത്തുന്നത് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിച്ചാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കും. അടുത്ത മാഗ്നറ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്, അതായത് ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ നടത്താം. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലൈറ്റർ സൾഫൈഡ് ഓർ, അത് ചേർത്താൻ പറഞ്ഞിരിക്കുന്നത് ലൈറ്റർ ആണ്, അതായത് ഡെൻസിറ്റി കുറഞ്ഞ സൾഫൈഡ് ഓറിന്റെ കോൺസെൻട്രേഷന് വേണ്ടി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഓർസ് ദാറ്റ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. ഓക്കെ, ആ ഒരു ലായനിൽ ലയിക്കുന്ന അലൂമിനിയത്തിന്റെ ഓർ, അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയത്. അത് ലീച്ചിങ് ഉപയോഗിച്ചാണ് നമ്മൾ കോൺസെൻട്രേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പൊ ഇത്രയുമായപ്പോ നമുക്ക് ആ മെറ്റലർജിയുടെ ഒരു ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞു. അതിനകത്ത് വരുന്നിരുന്ന 4 ഭാഗം. ഏതൊക്കെയാണ് 4 മെത്തേഡുകൾ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, രണ്ടാമത് മാഗ്നറ്റിക് സെപ്പറേഷൻ, മൂന്നാമത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലാസ്റ്റ് വൺ ലീച്ചിങ് എന്ന് പറയും. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ ഒരു ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ടിൻ സ്റ്റോൺ. ഓക്കെ, എന്നിട്ട് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ കൊടുത്തു. ഓറിന്റെ ഭാഗത്ത് ടിൻ സ്റ്റോൺ. നേരത്തെ നമ്മൾ പറഞ്ഞു ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത് അതിനകത്ത് ഇമ്പ്യൂരിറ്റി ആയിട്ട് അടങ്ങിയിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് ആണ്. അതിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്, പക്ഷെ ടിൻ സ്റ്റോണിന് മാഗ്നറ്റിക് നേച്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ ടിൻ സ്റ്റോണിന്റെ കോൺസെൻട്രേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ബോക്സൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബോക്സൈറ്റിന് ലീച്ചിങ് ഉപയോഗിച്ചാണ് കോൺസെൻട്രേഷൻ നടക്കുന്നത്. സിങ്ക് ബ്ലെൻഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സിങ്ക് സൾഫൈഡ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിയാൻ നേരത്തെ നമ്മൾ അവിടെ എഴുതിയിട്ടാണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് കേൾക്കാനത് സൾഫൈഡ് ആണോ നമുക്ക് അറിയത്തില്ല, പക്ഷെ അത് നിങ്ങൾ കാണാതെ പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റത്തില്ല. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ്. അപ്പൊ സൾഫൈഡ് ഓവർ ആണെന്ന് മനസ്സിലാക്കാം. സൾഫൈഡ് ഓവറിന്റെ കോൺസെൻട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടേബിളിന്റെ ഒരു ബേസ് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ.